ജഗ്ദീപ് ധൻഖറിന്റെ അപ്രതീക്ഷിത രാജി. ആ രാജി ആരും ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അതാണ് നാഷണൽ മീഡിയകളിൽ അല്ലെങ്കിൽ എല്ലാ മാധ്യമങ്ങളിലും വലിയ ചർച്ചാ വിഷയമാവുകയാണ് ധൻഖറിന്റെ പെട്ടെന്നുള്ളൊരു എക്സിറ്റ് എന്ന് പറയുന്നത്. ബി.ജെ.പി യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിൽ എന്ന് വേണമെങ്കിൽ ഈ ധൻഖറിന്റെ രാജിയോടുകൂടി നമുക്ക് പറയാൻ സാധിക്കുമോ? ഒപ്പം ചെറിയാൻ സാർ, മറ്റൊരു ചർച്ച കൂടി സജീവമാണ്. ശശി തരൂരിന്റെ കൂടി പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. ആരാകും അടുത്ത ഉപരാഷ്ട്രപതി എന്നത്. ജഗ്ദീപ് ധൻഖർ RSS പാളയത്തിൽ നിന്ന് വന്ന ഒരു BJP നേതാവല്ലായിരുന്നു. അദ്ദേഹം ദേവിലാലിന്റെ ഹനുമാൻ എന്ന് പറഞ്ഞ് ജനതാദളില് വന്ന ഒരു നേതാവാണ്. അതിനുശേഷം അദ്ദേഹം BJP-യിൽ ചേരുകയാണ് ഉണ്ടായത്. അതായത് RSS അനുശാസിക്കുന്ന ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയിൽ വർക്ക് ചെയ്ത് അദ്ദേഹത്തിന് പരിചയമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചില സ്റ്റാൻഡുകൾ അല്ലെങ്കിൽ പൊതു പ്രസ്താവനകൾ ഇന്നത്തെ ഭരിക്കുന്ന സർക്കാർ നേതൃത്വത്തിന്, അതും RSS ട്രെയിനിങ് ഉള്ള ആൾക്കാർക്ക് പലപ്പോഴും അത്ര സുഖകരമല്ലായിരുന്നു. ഞാൻ കേട്ടത് ജസ്റ്റിസ് വർമ്മയുടെ ഇംപീച്ച്മെന്റ് കേസിൽ അദ്ദേഹം കാണിച്ച തിടുക്കം, അതും ആ തിടുക്കം കൊണ്ട് രാജ്യസഭയ്ക്ക് ഒരു മേൽക്കോയ്മ കിട്ടുന്ന, രാജ്യസഭാ ചെയർമാന് മേൽക്കോയ്മ കിട്ടുന്ന രീതിയിലുള്ള ഒരു തിടുക്കമായിരുന്നു അദ്ദേഹം കാണിച്ചത്. അത് ഈ ഇംപീച്ച്മെന്റ് തീരുമാനങ്ങളെ ആകെ മൊത്തം ബാധിക്കുന്ന ഒരു തിടുക്കമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് BJP-യിലെ ഇന്ന് BJP നേതൃത്വത്തിലുള്ള, സർക്കാർ നേതൃത്വത്തിലുള്ള 2-3 നേതാക്കന്മാർക്ക് അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ സുഖകരമായി തോന്നിയില്ല. തിങ്കളാഴ്ച വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെയുള്ള സമയം ശ്രീ ധൻഖറിനെ അന്ന് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ ധൻഖറിനെ സംബന്ധിച്ചോളം വളരെ ക്രിട്ടിക്കലായിരുന്നു. അദ്ദേഹം ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിലെ, രാജ്യസഭയുടെ കമ്മിറ്റിയിലെ കോൺഗ്രസ് നേതാക്കളും മറ്റു പാർട്ടി നേതാക്കളുമായിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ BJP-യുടെ സഭാ നേതാവ്, BJP-യുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ നഡ്ഡ വന്നില്ല. അതുപോലെ പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജു അവിടെ വന്നില്ല. അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. പക്ഷെ അവർ രാജ്നാഥ് സിംഗിന്റെ മുറിയിലായിരുന്നു എന്നുള്ള വിവരം കിട്ടി. അതിനുശേഷം മീറ്റിംഗ് മാറ്റിവെച്ചു. പക്ഷെ അവിടെ ചില ഒപ്പുശേഖരണങ്ങൾ അദ്ദേഹത്തിനെതിരെ നടക്കുന്നു എന്നുള്ള ഒരു ശ്രുതി പരന്നു. അങ്ങനെയാണ് 7 മണിക്ക് ശേഷം അദ്ദേഹം രാജിവെക്കുന്നത്. അതായത് സർക്കാരിന് വൈസ് പ്രസിഡന്റിന്റെ ധൻഖറിന്റെ പേരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹത്തിന് തോന്നി. സർക്കാരിന്റെ നോമിനിയായിട്ടാണ് അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സർക്കാരിന്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടെങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ടതാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി. ഇതിന് മൊത്തം കാരണം ഇതാണ്. അതായത് BJP ഇന്നത്തെ സർക്കാർ നേതൃത്വത്തിലിരിക്കുന്ന BJP നേതാക്കൾക്ക് അവരുടെ അജണ്ടയ്ക്കനുസരിച്ചുള്ള ആയിരിക്കണം എല്ലാ പാർലമെന്ററി നീക്കങ്ങളും എന്നുള്ള ഒരു നിഷ്കർഷയുണ്ട്. അതായത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, മന്ത്രിമാരൊക്കെ പാർലമെന്റ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അവർ 2-3 ദിവസത്തേക്ക് പാർലമെന്ററി പാർട്ടിയുടെ മീറ്റിംഗുള്ള ദിവസങ്ങളിൽ അവർ ഒരു പ്രോഗ്രാമെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം വെച്ചാൽ അത്ര വളരെ സ്ട്രിക്റ്റ് ആണ് പാർലമെന്ററി രംഗത്ത് ഉള്ളവർ. തങ്ങളുടെ പാർട്ടി ലൈൻ മാത്രമേ നീക്കാവൂ എന്ന് ഇന്നത്തെ നേതൃത്വത്തിന് വളരെ നിഷ്കർഷയുണ്ട്. ആ കാര്യത്തിൽ വൈസ് പ്രസിഡന്റ് പ്രത്യേകിച്ച് ജസ്റ്റിസ് വർമ്മയുടെ ഇംപീച്ച്മെന്റ് കാര്യത്തിൽ എടുത്ത ചില നീക്കങ്ങൾ, അത് രാജ്യസഭ ചെയർമാന് തന്നെ അപ്പർ ഹാൻഡ് കിട്ടുന്ന ചില നീക്കങ്ങളായിരുന്നു. പക്ഷെ പാർട്ടി BJP നേതൃത്വത്തിന് RSSന്റെ തന്നെ പ്രതിനിധിയായ ഓം ബിർള, ലോക്സഭ സ്പീക്കർക്ക് ആ പദവി അല്ലെങ്കിൽ ആ അപ്പർ ഹാൻഡ് വേണം എന്നുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു. ഇപ്പോൾ അത് പോയി കഴിഞ്ഞപ്പോൾ അത് എങ്ങനെ പോകും, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല എന്നുള്ള ഒരു തീരുമാനത്തിലായിരിക്കണം അവരെ ഒപ്പുശേഖരണം തുടങ്ങി എന്നുള്ള സ്ഥിതി വന്നത്. പക്ഷെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരാൾക്ക്, രാജ്യസഭ ചെയർമാൻ ആയിരിക്കുന്ന ഒരാൾക്ക് ആ ഒപ്പുശേഖരണത്തിന്റെ ശ്രുതി മാത്രം മതി
രാജിവെക്കാൻ. അതാണ് അദ്ദേഹം ചെയ്തത്. അതായത് അങ്ങനെയുള്ള സ്വതന്ത്രമായി ചിന്തിക്കുന്ന, സ്വതന്ത്രമായി സ്വന്തം ചില കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന ആൾക്കാരെ, അവരുടെ വൈസ് പ്രസിഡന്റ് ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും മറ്റ് പദവികളിൽ ഇരിക്കുന്നവരാണെങ്കിലും ഇന്നത്തെ സർക്കാരിന് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല എന്നാണ് ഇത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീ ശശി തരൂരിനെ പോലെ കോൺഗ്രസിൽ പോലും സ്വന്തം അഭിപ്രായം തുറന്നു പറഞ്ഞ് പ്രശ്നങ്ങളിലെത്തുന്ന ശശി തരൂരിനെ BJP രാജ്യസഭാ ചെയർമാൻ പോലുള്ള, വൈസ് പ്രസിഡന്റ് പോലുള്ള ഒരു പദവിയിലേക്ക് സ്വീകരിക്കുമോ എന്ന് തോന്നുന്നില്ല. അത് പ്രത്യേകിച്ച് ധങ്കർ രാജിവെക്കാനിടയായ സാഹചര്യം കൂടി നോക്കുമ്പോൾ. കാരണം വെച്ചാൽ ശശി തരൂർ, ഡോക്ടർ ശശി തരൂർ വളരെ സ്വന്തമായ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായങ്ങളുള്ള, സ്റ്റാൻഡുകളുള്ള ഒരു നേതാവാണ്. അദ്ദേഹം ആർട്ടിക്കുലേറ്റ് ആണ്, അദ്ദേഹം പറഞ്ഞു നിൽക്കാൻ അറിയാം. കോൺഗ്രസുമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ പിന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അദ്ദേഹത്തിന് ഒരു അപ്പോയിന്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ BJP-യുമായിട്ട് പറഞ്ഞു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരിക്കും. അല്ലെങ്കിൽ BJP-ക്ക് അത് എത്ര ഇഷ്ടപ്പെടും എന്ന് പറയാൻ പറ്റത്തില്ല. ഏതായാലും ഒരു സബ്മിസീവ് ആയിട്ടുള്ള വൈസ് പ്രസിഡന്റ് ആയിരിക്കില്ല അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ചാൻസ് വളരെ കുറവാണ്. ഇപ്പോൾ കേൾക്കുന്നത് RSS പാളയത്തിൽ നിന്ന് വരുന്ന ഒരു BJP നേതാവിനായിരിക്കണം ആ സ്ഥാനം കൊടുക്കുക എന്നാണ് കേൾക്കുന്നത്. ഇതിന് കാരണം ഇതാണ്, അത് ഇന്നത്തെ ഭരിക്കുന്ന നേതൃനിരയിലുള്ള 1-2 പേരുടെ അവരുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നവരാണ് ബാക്കിയുള്ളവർ എന്നുള്ള ഒരു ശൈലി. അത് എല്ലാ സർക്കാരിനും ഓരോ ശൈലിയുണ്ട്. UPS 2 സമയത്ത് മൻമോഹൻ സിംഗ് എന്ത് പറഞ്ഞാലും കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ UPA-യുടെ ഒരു കോർഡിനേറ്റിംഗ് ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അവര് പറയുന്നതാണ് ലാസ്റ്റ് വേർഡ്. ഇന്നത്തെ സിറ്റുവേഷനിൽ 1-2 പേരും അധികാരത്തിലിരിക്കുന്ന 1-2 പേർ പറയുന്നതാണ് ലാസ്റ്റ് വേർഡ്. അപ്പൊ അതിന്റെ ഓരോരുത്തരുടെ ശൈലി ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാൻ കാരണം. ഒന്ന് വളരെ ക്ലിയർ ആണ്, ഈ ഇന്നത്തെ ഭരിക്കുന്ന നേതൃനിരയിലുള്ളവർക്ക് അവരുടെ അബ്സല്യൂട്ട് കൺട്രോൾ വേണമെന്ന് നിഷ്കർഷയുണ്ട്. അതനുസരിച്ച് അവർ നീക്കങ്ങൾ നടത്തും. അതിൽ ശ്രീ ധങ്കർ ബലിയാടാകുകയാണ്. അങ്ങനെയാണെങ്കിൽ ശശി തരൂരിന് ആ പൊസിഷനിലേക്ക് ഒരു ചാൻസും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് പറയാൻ. നമുക്കറിയാം ചെറിയാൻ സർ, ഒരു രാജ്യത്തിന്റെ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിയാണ്. ആ സ്ഥാനത്തിന് ലഭിക്കുന്ന ഒരു പ്രിവിലേജ് അല്ലെങ്കിൽ ലോയൽറ്റി, ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ധൻഖറിന് 2027 വരെ സമയവുമുണ്ട്. 2022 അദ്ദേഹം ഏകദേശം 342ഓളം ഭരണപക്ഷ വോട്ടുകൾ നേടി ഉപരാഷ്ട്രപതിയായി വരുന്നത്. അപ്പോൾ ഈ ഒരു ലോയൽറ്റി അല്ലെങ്കിൽ ഈ ഒരു പദവി നൽകുന്ന ഈ ഒരു അംഗീകാരം, ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നിന്നും വേണ്ടെന്ന് വെച്ചുകൊണ്ട് ധൻഖർ പിന്മാറണമെങ്കിൽ അതിൻ്റെതായ ഒരു തക്കതായ ഒരു കാരണമുണ്ടായിരിക്കണം. ശശി തരൂർ കോൺഗ്രസിൽ ഇരുന്നു കൊണ്ട് ശശി തരൂർ BJP-ക്ക് അനുകൂലമായ ചില നിലപാടുകൾ എടുക്കുന്നത് പോലെ ധൻഖറിന്റെ കാര്യത്തിൽ സംഭവിച്ചു എന്ന് തോന്നിയാൽ അത് തെറ്റു പറയാൻ സാധിക്കുമോ? തീർച്ചയായുമില്ല. ഞാൻ കേട്ടത് കോൺഗ്രസിന്റെ ഗൂഗ്ലിയിൽ അദ്ദേഹം വീണു എന്നാണ് പറയുന്നത്. അത് കോൺഗ്രസ് അദ്ദേഹത്തിന്റെ ഈ ലീഗൽ ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്നതുകൊണ്ട്, അദ്ദേഹത്തിന്റെ താല്പര്യം വർമ്മ കേസില്, ജസ്റ്റിസ് വർമ്മയുടെ ഇംപീച്ച്മെന്റ് കേസിൽ അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തെ കൂടുതൽ പുഷ് ചെയ്തു കോൺഗ്രസിലെ മെമ്പർമാർ, ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിലും ഒക്കെ. അപ്പൊ അങ്ങനെയാണ് അദ്ദേഹം സ്വന്തമായ ശരി അങ്ങനെ ആകട്ടെ എന്നുള്ള മട്ടില് പോയത്. പക്ഷെ അത് BJP-യുടെ പ്രതിനിധികൾക്ക് അത്ര ശോഭകരമായി തോന്നിയില്ല. അപ്പൊ ഇത് ശശി തരൂരിനെ കൊണ്ട് BJP-യുടെ നേതൃത്വം ചെയ്യിപ്പിക്കുന്ന ചില സംഗതികളെ പോലെ കോൺഗ്രസ് തിരിച്ച് ധൻഖറിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നും വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെയാണ്. അവർക്ക് കിട്ടാവുന്ന അവസരങ്ങളിലൊക്കെ എതിരാളികളെ താറടിക്കാൻ അല്ലെങ്കിൽ നാണം കെടുക്കാൻ അവർ നോക്കും. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യും, ആണെങ്കിലും കോൺഗ്രസ്. ആ മൂവ് അങ്ങനെ ചെയ്യുന്നത് ആരുടെയും കുത്തകയല്ല.
കോൺഗ്രസും ചെയ്യും, BJPയും ചെയ്യും. അപ്പൊ ഇങ്ങനെ കോൺഗ്രസിന്റെ ഒരു അപ്പർ ഹാൻഡ് ഇതിൽ ഉണ്ടായി എന്ന് തോന്നുവാണെങ്കിൽ അത് ധൻഖർക്ക് അദ്ദേഹം ഒരു ലോയറാണ്, അദ്ദേഹത്തിന്റെ ഒരു ജുഡീഷ്യറിയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ വളരെ പരസ്യമാണ്. അത് കോൺഗ്രസ് ഉപയോഗിച്ചെങ്കിൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ മറ്റ് സൈഡിൽ, അതായത് BJPയുടെ നേതൃത്വം പറയുന്ന ഒരു രീതിയിൽ ഇതിനെ കൊണ്ടുപോകണമെന്ന് അവർ വിചാരിക്കുന്നു. അത് നടന്നില്ല. അതിന്റെ പ്രശ്നങ്ങളാണ് ഇതിന്റെ പുറകിൽ എന്ന് വേണം ഇപ്പോൾ അനുമാനിക്കാൻ. കാര്യം എന്ന് വെച്ചാൽ ഈ ഒപ്പുശേഖരണം എന്നുള്ള പറയുന്നത് പലരും പറയുന്നുണ്ട്. അത് BJPയുടെ നേതൃത്വമോ അല്ലെങ്കിൽ ഒപ്പിട്ടവരോ ഒരിക്കലും പറയാൻ പോകുന്നില്ല. കാരണം വെച്ചാൽ അതിന്റെ കൺക്ലൂഷൻ നടന്നു കഴിഞ്ഞു. അതായത് വൈസ് പ്രസിഡന്റിനെ മാറ്റുക എന്നുള്ളത് നടന്നു കഴിഞ്ഞു. ഇനിയും അവരത് അതിനെപ്പറ്റി പറയുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ് BJPയുടെ ഒരു പ്രവർത്തനം. അവരുടെ പാളയത്തിൽ നടക്കുന്ന പല സംഗതികളും പബ്ലിക്കായിട്ട് അവർ പറയാറില്ല. കോൺഗ്രസിനെ പോലെ എല്ലാവരും മീഡിയയുടെ മുമ്പിൽ വന്ന് വിളിച്ച് പറയുന്ന ഒരു സ്വഭാവം അവർക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ഇങ്ങനെ മീറ്റിങ്ങുകൾ അവിടെ നടക്കുന്നു, അവിടെ ചില ഒഫീഷ്യലുകൾ നടക്കുന്നു എന്നുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് നോളജ് അല്ലെങ്കിൽ ഇൻഫോർമേഷന്റെ പുറത്താണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. അത് എത്ര കണ്ട് ശരിയാണെന്ന് വേണമെങ്കിൽ നാളെ, മറ്റന്നാൾ അല്ലെങ്കിൽ വേറൊരു ഘട്ടത്തിൽ വൈസ് പ്രസിഡന്റ് തന്നെ വിളിച്ചു പറയേണ്ടി വരും. അദ്ദേഹം മുൻ വൈസ് പ്രസിഡന്റ് പറയുന്നവരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. എന്തായാലും ഇത് വൈസ് പ്രസിഡന്റിന്റെ പദവിയിൽ ഇരിക്കുന്നവർക്കും അവരെ ഇരുത്തുന്നവർക്കും ശോഭ നൽകുന്ന ഒരു സംഭവമല്ല. വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രോട്ടോകോളിൽ രണ്ടാമത്തെ ആളാണ്. പ്രൈം മിനിസ്റ്റർക്കാണ് അധികാരം മൊത്തം, പക്ഷെ പ്രോട്ടോകോൾ വൈസ് അദ്ദേഹമാണ് രണ്ടാമത്തെ ആള്. രാഷ്ട്രപതിക്ക് ശേഷം ഉപരാഷ്ട്രപതി എന്നാണ്, പിന്നെയാണ് പ്രൈം മിനിസ്റ്ററിന്റെ പ്രോട്ടോകോൾ. പക്ഷെ അധികാരം പ്രൈം മിനിസ്റ്ററിലാണ്. അപ്പൊ ഇങ്ങനെയുള്ളിടത്ത് ഈ 3 പേരുടെയും ഒരു ബാലൻസ് ഓഫ് ആണ് ജനങ്ങളും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ ആഗ്രഹിക്കുന്നത്. അതിനുള്ള ഒരു സെറ്റ് ബാക്ക് ആണ് ഈ രാജി എന്ന് പറയേണ്ടി വരും. അത് എന്തുകൊണ്ടാണെങ്കിലും ഇത് അവോയ്ഡ് ചെയ്യേണ്ട ഒരു രാജിയായിരുന്നു. പക്ഷെ അങ്ങനെ സംഭവിച്ചു. ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പുതിയ വൈസ് പ്രസിഡന്റിനെ പ്രതീക്ഷിക്കുക എന്ന് മാത്രമേ. യെസ്, എന്തായാലും ജഗദീപ് ധൻഖറിന്റെ പെട്ടെന്നുള്ള ഉപരാഷ്ട്രപതി സ്ഥാനത്തു നിന്നുള്ള എക്സിറ്റ് എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോഴും ബാക്കിയാവുന്നത്. അദ്ദേഹം 2022 ഉപരാഷ്ട്രപതിയായി അധികാരത്തിലെത്തി. 2027 വരെ കാലാവധി ഉണ്ടായിരുന്നു. അതിനിടയിലുള്ള നിർണായക തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, എന്താണ് ഇതിന് പിന്നിലുള്ള ഹിഡൻ അജണ്ട എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമാണ്. ഒപ്പം ആരായിരിക്കും അടുത്ത വൈസ് പ്രസിഡന്റ്, അടുത്ത ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ശശി തരൂരിന്റെ ഉൾപ്പെടെയുള്ള പേരുകൾ ഉയർന്നു കേൾക്കുമ്പോൾ ആരായിരിക്കും എന്ന ചർച്ചകളും സജീവമാവുകയാണ്. വ്യക്തമാണ്. താങ്ക് യു ചെറിയൻ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.